നമ്മുടെ കഴിഞ്ഞ വീഡിയോൻ്റെ ബാക്കിയാണ് ഈ വീഡിയോ. നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ ഒന്നാം പാഠത്തിലെ ഫോക്കസ് പോയിൻറ്റ്സ് തിയറി പോർഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ചെറിയ ചെറിയ ടെസ്റ്റിലെ പ്രോബ്ലംസ് നമ്മൾ വർക്കൗട്ട് ചെയ്തു. നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഇതുവരെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, പിന്നെ നമ്മുടെ പ്രത്യേകിച്ച് ലെറ്റസ് ആസസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെസ്റ്റ് കൊടുത്തിരിക്കുന്ന കുറച്ച് കണക്കുകൾ അതിന് ഇപ്രാവശ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ അതിനകത്ത് ഇച്ചിരി ടഫായിട്ടുള്ളതും ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായ കുറച്ച് പ്രോബ്ലംസ് നമുക്കത് വർക്കൗട്ട് ചെയ്യാം ഈ വീഡിയോക്കകത്ത്. ടെസ്റ്റിനകത്ത് നിങ്ങൾ ഒന്നാം പാഠത്തിൻ്റെ പുറകിൽ ആ ലെറ്റസ് ആസസ് എന്ന് പറഞ്ഞ ആ ഭാഗം എടുക്കുക. അതിൽ നമ്മൾ ആദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആറാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. അത് പേജ് നമ്പർ എത്രയാണെന്ന് ചോദിച്ചാൽ പേജ് നമ്പർ 30. അത് ലെഫ്റ്റ് സൈഡ് കിടപ്പുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്. 230 വോൾട്ട്, ഇപ്പോൾ വോൾട്ടേജ് 230 വോൾട്ട്, പവർ തന്നേക്കുവാണ് 115 വാട്ട്. ഫിലമെൻറ്റ് ലാമ്പ് വർക്ക്സ് ഇൻ എ സർക്യൂട്ട് ഫോർ 10 മിനിറ്റ്സ്. ടൈം തന്നേക്കാണ് 10 മിനിറ്റ്. മിനിറ്റും തന്ന ഉടനെ നമ്മൾ ചെയ്യേണ്ടത് സെക്കൻഡിലേക്ക് മാറ്റണം. 10 × 60 സെക്കൻഡ്സ്. അപ്പോൾ 230 വോൾട്ടേജ് റേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ബൾബുണ്ട്, അതിൽ 230 വോൾട്ടും 115 വാട്ടും എഴുതിയേക്കുക. ഒരു ഫിലമെൻറ്റ് ലാമ്പ്. ആ ലാമ്പ് എടുത്ത് ഒരു സർക്യൂട്ട് കൊണ്ട് വെച്ചേക്കുക. എത്ര നേരം? 10 മിനിറ്റ് നേരം. ചോദിച്ചേക്കുന്നത് വാട്ട് ഈസ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ ബൾബ്. ആ ബൾബിൽ കൂടെ എത്രയാണ് കറണ്ട് പോകുന്നതെന്ന് തന്നെ ചോദിച്ചേക്കുക. ചോദിച്ചേക്കുന്നത് കറണ്ടാണ് ചോദിച്ചേക്കുന്നത്. അപ്പം നമുക്ക് കറണ്ടും പവറും ഒക്കെ അടങ്ങിയ ഒരു ഇക്വേഷൻ നോക്കി. പവർ ഈസ് ഈക്വൽ ടു കറണ്ടും വോൾട്ടേജും. പവർ ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. അങ്ങനെയാണെങ്കിൽ ഐ ഈസ് ഈക്വൽ ടു P/V. അതിൽ വെച്ചേക്കുന്നത് പവർ എത്രയാണ്? 115. വോൾട്ടേജ് എത്രയാണ്? 230. 5 വെച്ച് വെട്ടിക്കളഞ്ഞു. എനിക്ക് പക്ഷേ പെട്ടെന്ന് കിട്ടി, കാരണം 115ൻ്റെ ഇരട്ടി 230. അപ്പം അങ്ങനെയാണെങ്കിൽ 1/2 എന്ന് വന്നു കറണ്ട് I. അപ്പോൾ എത്ര കിട്ടി? 0.5 ആംപിയർ ആണെന്ത് കറണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മച്ച് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ചാർജ് ദാറ്റ് ഫ്ലോസ് ത്രൂ ദ ബൾബ് ഇൻ 10 മിനിറ്റ്സ്. 10 മിനിറ്റ് കൊണ്ട് എത്ര ചാർജ് പോയെന്ന് നമുക്കറിയാം. ചാർജ് പെർ ടൈം ആണ് കറണ്ട്. അങ്ങനെയാണെങ്കിൽ ചാർജ് കാണാനുള്ള ഇക്വേഷൻ കറണ്ട് ഇൻറ്റു ടൈമാണ്. കറണ്ട് എത്രയാണ്? 1/2. അതല്ലേ കിട്ടിയേ? 1/2. ടൈം എത്രയാണ്? 10 മിനിറ്റാണ്. 10 × 60. അപ്പോൾ 2ഉം 60ഉം പോയാൽ 30. 2 അല്ല 2 60 വേണ്ട എത്രയാണ്? 30. 30 × 10 എത്രയാണ്? 300. ചാർജിൻ്റെ യൂണിറ്റ് കൂളോംസ്. അപ്പോൾ 300 C എന്ന് എഴുതണം കേട്ടോ. ഇതാണ് നമ്മുടെ ആറാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ആൻ ഇലക്ട്രിക് ഹീറ്റർ കണ്ടക്ട്സ് 4 ആംപിയർ കറണ്ട്. അപ്പോൾ തന്നേക്കുന്നത് കറണ്ടാണ്. ഇലക്ട്രിക്കൽ അപ്ലയൻസ് പേരൊന്നും പറഞ്ഞിട്ടില്ല. ഇലക്ട്രിക് ഹീറ്റർ ഉണ്ടല്ലേ, ഇലക്ട്രിക് ഹീറ്റർ. അപ്പോൾ കറണ്ട് തന്നേക്കുന്നത് 4 ആംപിയർ. വെൻ 60 വോൾട്ടേജ് ഈസ് അപ്ലൈഡ്. അപ്പോൾ വോൾട്ടേജ് 60 വോൾട്ട്. വാട്ട് വിൽ ബി ദ കറണ്ട് ഇഫ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് 120 വോൾട്ട്. 60 വോൾട്ട് ആണ് വോൾട്ടേജ് എങ്കിൽ 4 ആംപിയർ കറണ്ട് പോകും. അങ്ങനെയാണെങ്കിൽ വോൾട്ടേജ്, രണ്ടാമത്തെ വോൾട്ടേജ് 120 V ആണ് എങ്കിൽ എത്രയായിരിക്കും കറണ്ട് എന്ന് വെച്ചേക്കുന്നത്. അപ്പം നോക്കിയേ, ഇതൊരു ക്ലൂ ആണ്. 60 വോൾട്ടേജിൽ 4 ആംപിയർ എന്ന് പറഞ്ഞാൽ ആ ഹീറ്ററിൻ്റെ റെസിസ്റ്റൻസ് കാണാൻ വേണ്ടി അവർ പറഞ്ഞേക്കുന്നത്. കാണാനുള്ള ക്ലൂ അത്. റെസിസ്റ്റൻസ് R ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ബൈ കറണ്ട് അല്ലേ. വോൾട്ടേജ് എത്രയാണ്? 60. കറണ്ട് എത്രയാണ്? 4. 60/4 എത്രയാണ്? 15. യൂണിറ്റ് എന്നതാ? ഓം. അപ്പോൾ ആ മെറ്റീരിയലിൻ്റെ ആ ഇലക്ട്രിക് ഹീറ്ററിൻ്റെ ആ മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസ് 15 ഓമാണ്. ആ റെസിസ്റ്റൻസ് മാറില്ല. ഞാൻ ഏത് വോൾട്ടേജ് കൊണ്ടേ ഞാൻ കണക്ട് ചെയ്താലും അതിൻ്റെ റെസിസ്റ്റൻസ് മാറില്ല. അത് മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇപ്പം നിലവിൽ നമ്മുടെ കയ്യിൽ ഒരു എക്യുപ്മെൻ്റ് ഉണ്ട്, അതിൻ്റെ റെസിസ്റ്റൻസ് 15 ഓമാണ്. ഞാൻ സപ്ലൈ ചെയ്യുന്നത് 120 വോൾട്ടിലാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ എത്രയും കറണ്ട് അത് കണ്ടാൽ മതി. കറണ്ടിൻ്റെ ഇക്വേഷൻ വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസാണ്. വോൾട്ടേജ് എത്രയാണ്? ഞാൻ 120 വോൾട്ടിലാണ് സപ്ലൈ ചെയ്യുന്നത്, നിങ്ങൾ കണക്ട് ചെയ്യുന്നത്. 120 / R എത്രയാണ്? 15. 5 കൊണ്ട് വെട്ടിക്കളഞ്ഞു. 2ഉം 4ഉം. ഇവിടെ എത്ര കിട്ടും? 3. 24/3 എത്രയാണ്? 8. 8 ആംപിയർ കറണ്ട് ഒഴുകും കേട്ടല്ലോ. ആൻസർ ശരിയാണോ?
ഇവനെ ഇരട്ടിയാക്കി, അപ്പോൾ കറണ്ട് എന്ത് ചെയ്യും? ഇരട്ടിയായി. ആ ശരിയാ, 8 ആമ്പിയർ കറണ്ട്. കാരണം വോൾട്ടേജ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട് അല്ലേ. വോൾട്ടേജ് ഇരട്ടിയാക്കി കറണ്ട് ഇരട്ടിയാവണം. ആൻസർ സെയിം ആണ്. ആൻസർ ശരിയാണ്. അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ. 8ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. വീഡിയോ പോസ് ചെയ്ത് വെക്കുക, വായിച്ച് നോക്കുക, എന്നിട്ട് സ്വയം ചെയ്ത് നോക്കുക. കിട്ടിയില്ലെങ്കിൽ ഇങ്ങോട്ട് നോക്കുക. 3 റെസിസ്റ്റേഴ്സ്. അപ്പോൾ R1 2 ഓം, R2 3 ഓം, R3 6 ഓം. 3 പേരുണ്ട്, 3 റെസിസ്റ്റർ ഉണ്ട്. വാട്ട് ഈസ് ദ ഹയസ്റ്റ് റെസിസ്റ്റൻസ് ദാറ്റ് യു ക്യാൻ ഗെറ്റ് യൂസിങ് ഓൾ ഓഫ് ദം? ഈ 3 പേര് ഉപയോഗിച്ചിട്ട് കിട്ടാവുന്ന മാക്സിമം റെസിസ്റ്റൻസ് എത്രയാണ്? നമുക്കറിയാം, ഒരു 3 പേര് സീരീസിൽ കണക്ട് ചെയ്താൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് R1 പ്ലസ് R2 പ്ലസ് R3. പാരലാണെങ്കിലോ 1/R ഇസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, പാരലാണെങ്കിൽ നമ്മൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറയുക ചെയ്യുന്നത്, സീരീസ് ആണെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കൂടുക ചെയ്യുന്നത്. അപ്പം മാക്സിമം കിട്ടാൻ എന്ത് ചെയ്യണം? 3 എണ്ണത്തിന് എന്ത് ചെയ്യണം? സീരീസായി കണക്ട് ചെയ്യണം. അപ്പോൾ 2 പ്ലസ് 3 പ്ലസ് 6, 6 5 11 ഓം. ഇതായിരിക്കും മാക്സിമം കിട്ടാവുന്ന വാല്യൂ ഈ 3 പേരെ ഉപയോഗിച്ചിട്ട്. 2ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ലീസ്റ്റ് റെസിസ്റ്റൻസ്? ഏറ്റവും കുറവുള്ള റെസിസ്റ്റൻസ് ഇതായിരിക്കും. 1/R ഇസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3. ഇതെങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ, ഭിന്നസംഖ്യകൾ കുറേ എണ്ണമാണെങ്കിൽ കൂട്ടാൻ വേണ്ടി എല്ലാത്തിൻ്റെ അടിയിൽ ഒരുപോലെ ആക്കുക. ഇപ്പോൾ ഇവിടെ 6 അല്ലേ, ഇത് 3നെ 6 ആക്കാൻ പറ്റും, 2നെ 6 ആക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് ചോദിച്ചാൽ, ഞാൻ ഇതിൻ്റെ മുകളിലും ഇതിൻ്റെ താഴെയും ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇങ്ങോട്ട് നോക്കിയേ, 2/2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 2/2 എന്ന് പറഞ്ഞാൽ 1. 3/3 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 3/3 എന്ന് പറഞ്ഞാൽ 1. ഒരു സംഖ്യേനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാറുമോ? ആ സംഖ്യ മാറുമോ? ഇല്ല. ഇനി ഇവിടെ നോക്കി, 1 × 3 3/2 × 3 എത്രയാ? 6 പ്ലസ്, അതായത് 1/2 പകരം 3/6 എന്ന് എഴുതാമെന്ന്. ഇതോ 2/6 പ്ലസ് 1/6. അടിയിൽ ഒരേ സംഖ്യയാണെങ്കിൽ കൂട്ടാൻ എളുപ്പമാണ്. അടിയിൽ ആ സംഖ്യ എഴുതിയിട്ട് മുകളിൽ തന്നെ കൂട്ടിയാൽ മതി. 3 + 2 + 1 എത്രയാ? 6. 6/6 എത്രയാ? 1. ഇതാണ് ലീസ്റ്റ് റെസിസ്റ്റൻസ്. ഇതാണ് എന്ത്? മാക്സിമം റെസിസ്റ്റൻസ്. ആൻസർ ശരിയാണോ? ആ ശരിയാണ്. Can you make a resistance 4.5 ohm using these 3? നമ്മുടെ ഉള്ളത് ആരൊക്കെയാ? 2 3 6. നമുക്ക് വേണ്ടത് എത്രയാ? 4.5 വേണ്ടത്. അപ്പോൾ അത് കിട്ടുമോ എന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ? നോക്കിയോ, അതിൻ്റെ അറേഞ്ച്മെൻറ്റ് നമുക്കത് ട്രയൽ ആൻഡ് എറർ ചെയ്ത് നോക്കണം. ഇവർ ചെയ്തേക്കുന്നത് ഇങ്ങോട്ട് നോക്കി, ഒരു 3 ഓമിനെ എടുക്കുക. 3 ഓം അതിനോട് സീരീസ് ആയിട്ട്, ഇതിനോട് സീരീസ് ആയിട്ട് 6നെ വെച്ചാൽ 6 3 9 ആയി. 2 വെച്ചാൽ 3 2 5 ആയി. അപ്പോൾ അത് നമുക്ക് പറ്റില്ല. പകരം നമ്മൾ ഇവന്മാർ 2 പേരെയും നമ്മൾ പാരലായിട്ട് എടുക്കുക. ആരെയൊക്കെ? 2നെയും 6നെയും. ചെയ്ത് നോക്കാം. നമുക്ക് ഇത് കിട്ടില്ല, നമുക്ക് വേറെ രീതി ചെയ്ത് നോക്കാം. ഇതുമാതിരി പാരലൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസർ തന്നെ വരും. 1/R ഇഫക്റ്റീവ് ഇസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2. 1/R1 1/2 പ്ലസ് 1/6. രണ്ടുപേരും കോമൺ ആക്കാൻ വേണ്ടി ഞാൻ മുകളിലും താഴെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത് 3/6 പ്ലസ് 1/6 എന്നായി. അപ്പോൾ അടിയിൽ 6 വന്നു, മുകളിൽ 3 വന്നു എത്രയാ? 4. 4/6 എന്ന് വന്നു. 4/6 എന്ന് പറഞ്ഞാൽ വെട്ടിപ്പോയാൽ 2/3. ഇതെന്നതാ? 1/RE. ഇത് തിരിച്ചിട്ടേ RE ആയി. അമാനം തിരിച്ചിട്ടേ 3/2 വന്നു. 3/2 എന്ന് പറഞ്ഞാൽ എത്രയാ? 1.5. 3ൻ്റെ ഹാഫ് 1.5. അപ്പോൾ ഇവന്മാർ പാരലല്ലേ? ഈ പാരലിന് പകരം എന്തുപയോഗിച്ചാൽ മതി? ഒരു 1.5 ഓം റെസിസ്റ്റർ സീരീസ് ആയി. അതതിൻ്റെ അർത്ഥം. രണ്ടുപേരെ പാരലിൽ കണക്ട് ചെയ്താൽ ഇങ്ങനെയാണ് അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഇവിടെ നോക്കിയേ, ഈ 2 റെസിസ്റ്റർ എങ്ങനെയാണ്? സീരീസ്. അപ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്നാ വന്നു സർക്യൂട്ടിൽ? 3 + R1 + R2. 3ഉം 1.5ഉം എത്രയാ? 4.5. അപ്പോൾ ഈ 3 പേരെ ഉപയോഗിച്ചിട്ട് എനിക്ക് 4.5 ഓം ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഉണ്ടാക്കാൻ പറ്റുമോ? ഉണ്ടാക്കാൻ പറ്റും. അതിന് 3 ഓം സീരീസ് എടുക്കുക,
ആരുമായിട്ട് 2 ഓമിനെ 6 ഓമിനെ പാരലായിട്ട് വെച്ചിട്ട് ഇവനെ അതിനെ സീരീസ് ആക്കി എടുക്കുക കേട്ടോ. അതാണ് അതിൻ്റെ ആൻസർ. അത് നിങ്ങൾക്ക് ആദ്യം കിട്ടില്ലെങ്കിൽ പിന്നെ അങ്ങനെ മാറ്റി മറിച്ചും ചെയ്ത് ശീലിക്കുക. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ ഇതേപോലത്തെ ഒരു കണക്കാണ്. വായിച്ച് നോക്കിയോ, ട്രയൽ ആൻഡ് എറർ ചെയ്ത് നോക്കിയോ, കിട്ടുമോ നോക്ക്. എ ഗേൾ ഹാസ് മെനി റെസിസ്റ്റേഴ്സ് ഓഫ് 2 ohm. അപ്പോൾ ഒത്തിരി റെസിസ്റ്റർ ഉണ്ട്, അതിൻ്റെയൊക്കെ വാല്യൂ എത്രയെന്നറിയോ? 2 ohm ആണ്. ഷീ നീഡ്സ് എ സർക്യൂട്ട് ഓഫ് 9 ohm റെസിസ്റ്റൻസ്. എത്രയാണ് നമുക്ക് വേണ്ടത്? എത്രയാണ്? 9 ohm വേണ്ടേ. ഫോർ ദിസ് ഡ്രോ എ സർക്യൂട്ട് വിത്ത് ദ മിനിമം നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ്. അപ്പം ഇത് ഉണ്ടാക്കാൻ വേണ്ടി മിനിമം നമ്പർ റെസിസ്റ്റർ എത്ര എണ്ണം വേണമെന്ന് അപ്പം നോക്കി. സീരീസിൽ കണക്ട് ചെയ്താൽ ഇങ്ങനെ കണക്ട് ചെയ്താൽ എത്ര എണ്ണം ഉള്ളത്? എത്ര റെസിസ്റ്ററാണ് ഉള്ളത്? ഒത്തിരി എണ്ണം ഉണ്ട് അല്ലേ. ആ സീരീസിൽ കണക്ട് ചെയ്ത് അങ്ങോട്ട് പോയാൽ 2 2 2 2 2 2 1 2 3 4 5 6 6 തന്നെ 12 അപ്പോൾ ഇത് വേണ്ട, 6ാമത്തേനെ വേണ്ട. ഇപ്പോഴോ 10 10 അല്ല നമുക്ക് വേണ്ടേ, പകരം എത്രയാ? 9 വേണ്ടേ. 4 എടുക്കുന്നെങ്കിൽ 8 ആകുള്ളൂ അല്ലേ. നമുക്കിനി എത്ര വേണ്ടേ? 9 വേണ്ടേ. അപ്പം നോക്കിയേ, ഞാനിവിടെ ഇത് 2 ഇത് 2 ഈ 2 പേരെ ഞാൻ പാരലായിട്ട് വെക്കുക. ഇതുവരെ നമുക്കറിയില്ല സീരീസ് അല്ലേ. അപ്പോൾ എന്നാ വരും? 2 ohm പ്ലസ് 2 ohm പ്ലസ് 2 ohm പ്ലസ് 2 ohm എത്ര കിട്ടി? ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് 8 ohm വരെയായി. ഈ 2 പേരെ ഞാൻ പാരലായിട്ട് കണക്ട് ചെയ്തു. ഇവന്മാരുടെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് നോക്കാം. 1/R = 1/R1 പ്ലസ് 1/R2 1/2 പ്ലസ് 1/2 എന്നാ വരും? അടിയിൽ 2 കോമൺ ആണ്, പുറത്തെടുത്തു. ബാക്കി 1 + 1 2 2/2 എത്രയാ? 1. അപ്പോൾ 2 ഓമുകൾ പാരലായിട്ട് വെച്ചാൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്നാ കിട്ടി? 1 ohm കിട്ടി. അതിൻ്റെ അർത്ഥം ഈ 2 പേരെ പാരലായിട്ട് വെച്ചപ്പോൾ അതിൻ്റെ അർത്ഥം ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാ? 1 ohm എന്നാണ്. ഇപ്പോൾ ഇതെല്ലാം സീരീസ് അല്ലേ. കൂട്ടി നോക്കിയേ, 2 + 2 + 2 എത്ര കിട്ടി? 9 കിട്ടിയില്ലേ. അപ്പോൾ മൊത്തം എത്ര റെസിസ്റ്റർ വേണം? 2 ohmൻ്റെ എത്ര റെസിസ്റ്റർ വേണം 9 ohm ഉണ്ടാക്കാനായിട്ട്? 1 2 3 4 ഇവിടെ 2 പേര് പാരലായിട്ട്. അപ്പോൾ എത്ര വന്നു? 4ഉം 2ഉം 6 എണ്ണം വന്നു കേട്ടോ. ഇതാണ് അതിൻ്റെ ആൻസർ. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ ഒരു തിയറി ക്വസ്റ്റ്യനാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതൊക്കെയാണ് പവറിൻ്റെ ഇക്വേഷൻ എന്ന്? പവറിൻ്റെ ഇക്വേഷൻ നമ്മൾ കുറച്ചും പഠിച്ചതാണ്. പവർ P = VI I²R V²/R. IR² ഉണ്ടോ? ഇല്ല. അപ്പോൾ സി ക്വസ്റ്റ്യൻ ആണ്, അതിന് തെറ്റ്. 11ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി 12ാമത്തെ, ഹൗ മച്ച് വിൽ ബി ദ പവർ ഓഫ് എ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 220 volt 100 volt. നമ്മൾ ഈ കടയിൽ നിന്ന് മേടിക്കാൻ നേരത്ത് ഒരു ബൾബ്, ആ ബൾബിൻ്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും. ഇത് ബൾബ് വിചാരിച്ചു കേട്ടോ, ബൾബാണേ. 220 volt 100 watt കേട്ടോ, അതിൻ്റെ പുറത്ത് വെച്ചിട്ടുണ്ടാവും. ചോദിച്ചേക്കുന്നത് ഹൗ മച്ച് വിൽ ബി ദ പവർ ഓഫ് എ 220 volt 100 watt ഇലക്ട്രിക് ബൾബ് വർക്കിംഗ് അറ്റ് 110 volt. 2 voltage ഒക്കെ കൊടുത്തേക്കുക. ഇതെന്താണെന്ന് ശരിക്കും മനസ്സിലാക്കണ്ടേ. ഇത് അതിനകത്ത് എഴുതി വെച്ചേക്കുന്നത് അതിനെ പറയുന്നതാണ് റേറ്റഡ് വോൾട്ടേജും റേറ്റഡ് പവറും. റേറ്റഡ്. അപ്പോൾ ഈ വോൾട്ടേജ് എന്നതാ? ഇത് നമ്മൾ ഉപയോഗിക്കുന്ന, ഇപ്പോൾ ഈ ബൾബ് ഞാൻ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഉപയോഗിക്കുന്ന സർക്യൂട്ടിലെ വോൾട്ടേജാണ്. നമ്മൾ ചോദിച്ചേക്കുന്നത് പവർ എത്രയാണെന്ന്. പിന്നെ ചോദിച്ചേക്കാം പവർ എത്രയാണെന്ന്. ഓൾറെഡി തന്നേക്കുവാണ് ഇതാണ് പവറെന്ന്. യൂണിറ്റ് നോക്കിയേ 100 watt. പിന്നെ ചോദിച്ചേക്കാണ് എത്രയാണ് പവറെന്ന്. സംഭവം എത്രയേ ഉള്ളൂ. ഇതാണ് റേറ്റഡ്. ഈ വോൾട്ടേജിൽ ഉപയോഗിച്ചാൽ ഈ ബൾബ് തരുന്ന പവറാണ് 100 watt. നമുക്ക് ഇപ്പോൾ നമ്മുടെ സർക്യൂട്ടിൽ ഇപ്പോൾ എത്രയാണ് വോൾട്ടേജ് ഉള്ളത്? 110. അതിനുള്ള കഴിവ് നമ്മുടെ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇത് എത്രയായിരിക്കും ബൾബ് പവർ തരുന്നതെന്നാണ് ആ ക്വസ്റ്റ്യൻ്റെ അർത്ഥം. എങ്ങനെ കാണും? ആകെ തന്നേക്കുന്നത് നമ്മുടെ വോൾട്ടേജ് മാത്രമാണ് തന്നേക്കുന്നത്. പവറിൻ്റെ ഇക്വേഷൻ ഏതൊക്കെയാണ്? പവർ = വോൾട്ടേജ് ഇൻറ്റു കറണ്ട്, പവർ = I²R, പവർ = V²/R. നമ്മുടെ ആകെ ഉള്ളത് ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന സർക്യൂട്ടിൽ എത്രയാണ്? 110 വോൾട്ടേജ്. വോൾട്ടേജ് മാത്രമേ ഉള്ളൂ. ഇനി ഇപ്പോൾ വോൾട്ടേജ് അടങ്ങിയ ഇക്വേഷൻ ഏതൊക്കെയാണ്? ഇതും.
ഐ തന്നിട്ടുണ്ടോ? ഇല്ല. ആറ് തന്നിട്ടുണ്ടോ? അതും ഇല്ല. അപ്പം എങ്ങനെ കാണുക? ആറ് എന്ന് പറഞ്ഞാൽ ഒരു മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയാണ്, ഒരു ബൾബിൽ ഉപയോഗിക്കുന്ന അതിൻ്റെ ഫിലമെൻറ്റോ അതിൻ്റെയൊക്കെ പ്രോപ്പർട്ടിയാണ്. നമുക്ക് ക്ലൂ വന്നിട്ടുണ്ട് 220 വോൾട്ടിൽ എത്രയാണ്? 100 വാട്ടാണ്. അപ്പം നോക്കി, വോൾട്ടേജ് 220 ആണെങ്കിൽ പവർ 100 ആണെന്നൊരു ക്ലൂ വന്നിട്ടുണ്ട്. അപ്പോൾ വോൾട്ടേജും പവറും അടങ്ങിയ ഇക്വേഷൻ വെച്ചിട്ട് എനിക്ക് എന്ത് കാണാം? ആ മെറ്റീരിയൽ ഏതാ മെറ്റീരിയൽ നോക്കിയിട്ട് ആ മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസ് എനിക്ക് കാണാൻ പറ്റും. അപ്പോൾ R ഈസ് ഈക്വൽ ടു V²/P. V എത്രയാണ്? 220. അപ്പോൾ 220 × 220 ഡിവൈഡഡ് ബൈ പവർ 100. 0 0 0 0 വെട്ടിപ്പോയി. ബാക്കി എന്ത് കിട്ടി? 22 × 22. അങ്ങനെ എഴുതിക്കോ, നമുക്ക് ആവശ്യം വരും. 22 × 22. ഇതാണ് അതിൻ്റെ എന്ത്? റെസിസ്റ്റൻസ്. ഇപ്പം ആ മെറ്റീരിയൽ കൊണ്ടിട്ട്, ഈ ബൾബ് കൊണ്ടിട്ട് ഞാൻ നമ്മുടെ സർക്യൂട്ടിൽ 110 വോൾട്ട് സപ്ലൈ കൊടുക്കാൻ പറ്റുന്ന നമ്മുടെ സർക്യൂട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ ഈ R മാറുമോ? ഇല്ല, അത് മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി, അത് മാറില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇപ്പോൾ എന്തൊക്കെയുണ്ട്? R ഉണ്ട്, നമ്മൾ ഉപയോഗിക്കുന്ന സർക്യൂട്ടിലെ വോൾട്ടേജും ഉണ്ട്. അങ്ങനെ പവർ കാണാൻ മേലെ. പവർ P ഈസ് ഈക്വൽ ടു V²/R. V എത്രയാണ്? നമ്മൾ ഉപയോഗിക്കുന്നത് എത്രയാണ്? 110. അപ്പോൾ V², 110 × 110 ഡിവൈഡ് ബൈ R എത്രയാണ്? 22 × 22. വെട്ടിക്കളഞ്ഞു, 2 വെച്ച് വെട്ടിക്കളഞ്ഞു, 11 പ്രാവശ്യം പോവും. ഇതെത്രയാണ്? 55 പ്രാവശ്യം. 2 11, ഇതെത്രയാണ്? 55. 55/11 എത്രയാണ്? 5 പ്രാവശ്യം. 55/11 എത്രയാണ്? 5 പ്രാവശ്യം. അപ്പോൾ 5 × 5 എത്രയാണ്? 25 യൂണിറ്റ് എന്നതാ? വാട്ട്. ഇത്രയേ ഉള്ളൂ. ഇത് മനസ്സിലാക്കാനാണ് പണി കേട്ടോ. 2 വോൾട്ടേജ് തന്നേക്കുന്നത് തന്നെ വോൾട്ടേജും പവറുമാണ്. ചോദിച്ചേക്കുന്നത് ഇന്ന വോൾട്ടേജ് എത്രയാണ് പവർ എന്നാണ്. അത് കാണാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നമ്മൾ എന്നാ കാണണ്ടേ? മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസ്. അതിനുള്ള ക്ലൂ ആണ് ഈ റേറ്റഡ് വോൾട്ടേജും റേറ്റഡ് പവറും. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ. വെൻ എ 12 വോൾട്ട് ബാറ്ററി, വോൾട്ടേജ് എത്രയാണ്? 12 വോൾട്ടേജ്, കണക്റ്റഡ് ടു എ റെസിസ്റ്റർ 2.5 മില്ലി ആംപിയർ. 2.5 milli ampere current flows through the circuit. If so, what is the resistance of the resistor? R എത്രയാണ്? ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. വോൾട്ടേജ് V is equal to I × R. ചോദിച്ചേക്കുന്ന R ആണ്. അപ്പോൾ V/I, അതിന് ഇങ്ങോട്ട് കൊണ്ടു. V/I is equal to R. വോൾട്ടേജ് എത്രയാണ്? 12 വോൾട്ടേജ്. കറണ്ട് എത്രയാണ്? 2.5. ആണോ? അല്ല. 2.5 മില്ലി ആംപിയർ എന്നാണ്. മില്ലി ആംപിയർ എന്ന് പറഞ്ഞാൽ 2.5 × 10⁻³ മില്ലി എന്ന് പറഞ്ഞാൽ 10⁻³ കേട്ടോ. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇസ് ഈക്വൽ ടു R. 12 അല്ല എടുത്തേക്കുന്നത്, 12 2.5. അതെ. ഇനി ചെയ്യണ്ടേ? വെട്ടിക്കളഞ്ഞു. 2.5 12 ഡിവൈഡ് ബൈ 2.5 അത് നമ്മൾ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. 2.5 അപ്പോൾ നോക്കിയേ, ഒരു 4 വരെ വിട്ടു. 4 × 5 4.8 കേട്ടോ. 4.8 ഇസ് ഈക്വൽ ടു R. അതിൽ ആരാ ഉള്ളത്? 10⁻³ അപ്പോൾ 12 ഡിവൈഡ് ബൈ 2.5 ചെയ്ത് നോക്കുക. അപ്പോൾ 4.8 കിട്ടും. ഞാൻ ചെയ്യുന്നില്ല, സമയം പോകും. 10⁻³ അടിയിലുണ്ട്. ഈ അടിയിലുള്ള 10⁻³ മുകളിലേക്ക് പോകുമ്പോൾ എന്നാവും? 10⁻³ അപ്പം 4.8 × 10⁻³ ഇസ് ഈക്വൽ ടു R. 10⁻³ ഇതിങ്ങനെ എഴുതിക്കുമോ? 10⁻³ പറഞ്ഞാൽ 1000 ആണ്. 4.8 × 1000 4800 ഇസ് ഈക്വൽ ടു R. യൂണിറ്റ് എന്നാ വരും? ഓം. യൂണിറ്റ് തന്നെ റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം. അടുത്തത് 15ാമത്തെ ക്വസ്റ്റ്യൻ. പോസ് ചെയ്തോ, വായിച്ചോ, ചെയ്തു നോക്ക്. കിട്ടിയില്ലെങ്കിൽ മാത്രം. നമ്മൾ എക്സാം അടുത്ത് വന്നു, അപ്പോൾ ഇത് കിട്ടണം. നോക്കിയോ, ഇഫ് 0.2 ഓം, 0.3 ഓം, 0.4 ഓം, 0.5 ഓം, 12 ഓം റെസിസ്റ്റർ ആർ കണക്റ്റഡ് ടു എ 9 വോൾട്ട് ബാറ്ററി. തന്നേക്കുന്നത് 9 വോൾട്ട് ബാറ്ററി ഇൻ പാരലൽ. പാരലൽ കണക്ഷനാണ്. അപ്പോൾ ഒന്നിങ്ങനെ ഇങ്ങനെ 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 വരയ്ക്കാം. എത്ര 4 ഉള്ളൂ. ഇവിടെ പാരലായിട്ടൊരു ബാറ്ററി ഉണ്ട്. 5 വരച്ചേ. 5 ഉണ്ടല്ലേ. 0.2, 0.3, 0.4, 0.5, 12 ഓം. ഇത്രയും ഓം റെസിസ്റ്ററാണ് ഉള്ളത്. വാട്ട് വിൽ ബി ദ കറണ്ട് ത്രൂ
12 ഓം റെസിസ്റ്റർ. ഇത് എത്രയാ? 12 വോൾട്ട് ബാറ്ററിയാണ്. അങ്ങനെയെങ്കിൽ ഇത് കൂടി എത്രയായിരിക്കും കറണ്ട് ഒഴുകുന്നതെന്ന് ഇവിടെ നോക്കി. ഇവിടെ നിന്ന് ഒഴുകുന്ന കറണ്ടിന് പോകാനായിട്ട് ഇവിടെ കൂടെ പോകാം, ഇവിടെ കൂടെ പോയി, ഇവിടെ കൂടെ പോയി, ഇവിടെ കൂടെ പോയി ഒക്കെ പോവാം. കറണ്ട് വെവ്വേറെ ആയിരിക്കും ഓരോ റെസിസ്റ്ററിൽ കൂടി ഒഴുകുന്നത്. കാരണം ഓരോന്നിൻ്റെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ വെവ്വേറെയാണ്. അപ്പോൾ കറണ്ട് കാണാനുള്ള ഇക്വേഷൻ കറണ്ട് I = വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് ആണ്. വോൾട്ടേജ് എത്രയാ? 12. റെസിസ്റ്റൻസ് എത്രയാ? നോക്കിയേ, വോൾട്ടേജ് 12 എനിക്ക് എടുക്കാൻ പറ്റുമോ? പറ്റും. കാരണം പാരലൽ സർക്യൂട്ട് ആണെങ്കിൽ ഓരോ റെസിസ്റ്ററും കണക്ട് ചെയ്തേക്കുന്ന ടെർമിനൽ ഇങ്ങോട്ടേക്കാണ്. അതായത് വോൾട്ടേജ് സെയിം ആണ് പാരലൽ കണക്ഷനിൽ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് 12 ഓം റെസിസ്റ്ററിൽ കൂടെയുള്ള കറണ്ട് കാണാൻ വേണ്ടി എനിക്ക് 12 എടുക്കാൻ പറ്റും. റെസിസ്റ്റൻസ് എത്രയാ? 12 ഓം. അപ്പോൾ 12/12 എത്രയാ? 1. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ലോജിക്ക് ഉപയോഗിക്കാൻ വേണ്ടി മാത്രം അവർ കൊടുത്തേക്കുന്ന ക്വസ്റ്റ്യനാണ്. പാരലൽ കണക്ഷനകത്ത് ഓരോ റെസിസ്റ്ററിൽ കൂടെയുള്ള കറണ്ട് കാണാൻ വേണ്ടി ഡയറക്റ്റ് ആയിട്ട് വോൾട്ടേജും ആ റെസിസ്റ്റൻസും എടുക്കാം. സീരീസ് കണക്ഷൻ എടുക്കാൻ പറ്റില്ല. കാരണം ഓരോന്നിനുള്ള കറണ്ട് വെവ്വേറെയാണ്. കറണ്ട് സെയിം ആണ്, പക്ഷേ വോൾട്ടേജ് വെവ്വേറെയാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ അത് ചെയ്തു നോക്കാം. ഹൗ മെനി റെസിസ്റ്റേഴ്സ് ഓഫ് 176 ഓം? 176 ഓം റെസിസ്റ്റൻസ് ഉള്ള കുറേ റെസിസ്റ്റർ ഉണ്ട്. ഇപ്പോൾ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എത്രയാണ്? 176 ഓമാണ്. ഷുഡ് ബി കണക്റ്റഡ് ഇൻ പാരലൽ ടു ഗെറ്റ് 5 ആംപിയർ കറണ്ട്. കറണ്ട് എത്ര കിട്ടണം? 5 ആംപിയർ. 220 വോൾട്ട് സപ്ലൈ ആണ്. വോൾട്ടേജ് എത്രയാണ്? 220 വോൾട്ടേജ് ആണ്. അപ്പം നോക്കിയോ, ചോദിച്ചേക്കുന്നത് എൻ്റെ കയ്യിൽ ഒരുപാട് 176 ഓം റെസിസ്റ്റർ ഉണ്ട്. എൻ്റെ സപ്ലൈയിൽ, എൻ്റെ ഈ സർക്യൂട്ടിനകത്ത് കിട്ടേണ്ട കറണ്ട് എത്രയാണ്? 5 ആംപിയറാണ്. എത്ര വോൾട്ടേജിൽ? 220 വോൾട്ടിൽ. അപ്പോൾ വോൾട്ടേജ് ഡിവൈഡ് ബൈ കറണ്ട് ചെയ്താൽ എനിക്ക് ആ സർക്യൂട്ടിൽ വേണ്ട റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കിട്ടും. എത്രയാ? 220 ഡിവൈഡ് ബൈ I എത്രയാ? 5. വെട്ടിക്കളഞ്ഞു. എത്ര പ്രാവശ്യം പോവും? 4 പ്രാവശ്യം. 4 ബാക്കി ആരേണ്ടത് 20 ഉണ്ട്. 4 പ്രാവശ്യം. അപ്പം 44 ആണ് റെസിസ്റ്റൻസ് അല്ലേ? അപ്പോൾ സർക്യൂട്ട് കിട്ടേണ്ടത് എത്രയാ? 44. അപ്പോൾ ഇത്രയും റെസിസ്റ്റൻസ് എനിക്ക് കിട്ടണം. പക്ഷേ നമ്മുടെ കയ്യിലുണ്ടോ? ഇല്ല. ഉള്ളതാരാ? 176 ഓം റെസിസ്റ്റൻസ് ഉള്ള. അപ്പം നമുക്കറിയാം n നമ്പർ ഓഫ് റെസിസ്റ്റൻസ് പാരലായിട്ട് കണക്ട് ചെയ്താൽ എൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് R/n ആണ്. ഇത് നമ്മൾ കുറച്ച് മുമ്പത്തെ വീഡിയോ, നമ്മൾ തൊട്ട് മുമ്പത്തെ വീഡിയോ കാണാത്തവരെ കാണണം. അത് നമ്മൾ കണ്ടുപിടിച്ചതാണ് ഈ ഇക്വേഷൻ. നമുക്ക് കാണേണ്ടത് എത്രയാ? എനിക്ക് വേണ്ടത് എത്രയാ? 44 ഓം. എൻ്റെ എത്രയാണ് ഉള്ളത്? 176 എണ്ണം. ഇവർ ഡയറക്റ്റ് ക്വസ്റ്റ്യന് പറഞ്ഞിട്ടുണ്ട് എത്ര 176 ഓം റെസിസ്റ്ററുകൾ പാരലിൽ വെക്കണം എന്ന്. അതുകൊണ്ടാണ് ഡയറക്റ്റ് ഈക്വേഷൻ ഉപയോഗിച്ചത്. അപ്പോൾ ഇല്ല, നമുക്ക് പറയാൻ പറ്റില്ല എത്ര എണ്ണം പാരലിൽ വെക്കണം, എത്ര സീരീസ് വെക്കണം എന്ന്. അപ്പോൾ നോക്കിയോ, 176/n ആണെന്ത്? 44. അങ്ങനെയാണെങ്കിൽ 176/44 ആയിരിക്കും n. എന്നിന് അങ്ങോട്ട് കൊണ്ടുപോയി 44 ഇങ്ങോട്ട് കൊണ്ടുപോയി. വെട്ടിക്കളഞ്ഞു. എത്ര പ്രാവശ്യം? 4. അപ്പോൾ n എത്ര കിട്ടും? 4. അപ്പം 176 ഓം റെസിസ്റ്ററുകൾ പാരലായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്ര കിട്ടും? 44. ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ. ഏതെങ്കിലും ഒരു മെത്തേഡ് ഡെപിക്റ്റ് എ ഫിഗർ ഷോയിങ് ദ അറേഞ്ച്മെൻറ്റ് ഓഫ് 3 റെസിസ്റ്റേഴ്സ്. 3 റെസിസ്റ്റർ ഉപയോഗിച്ചിട്ട് 9 ഓമും വരണം, 4 ഓമും വരണം. 9 ഓമും 4 ഓമും. ഈ ക്വസ്റ്റ്യൻ തെറ്റാണെന്ന് തോന്നുന്നു. ടെസ്റ്റ് കൊടുത്തേക്കുന്നത് 4 അല്ല, 4.5 ഓമാണ്. ഒരു ക്വസ്റ്റ്യൻ തെറ്റുണ്ട്. ഡെപിക്റ്റ് എ ഫിഗർ ഷോയിങ് ദ അറേഞ്ച്മെൻറ്റ് ഓഫ് 3 റെസിസ്റ്റേഴ്സ് ഓഫ് 3 ഓം ഇൻ എ സർക്യൂട്ട് ടു ഗെറ്റ് ആൻ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് 9 ഓം. എത്ര എണ്ണം ഉള്ളത്? 3 ഓം റെസിസ്റ്ററാണ് ഉള്ളത്. അപ്പോൾ R1 = 3, R2 = 3, R3 = 3. 9 ഓം വേണം ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. അത് കാണുമ്പോൾ തന്നെ, കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായില്ലേ? 9 ഓം വേണമെങ്കിൽ എന്നാ ചെയ്യണം? 3 പേരും കൂട്ടണം. അതിൻ്റെ അർത്ഥം 3 പേരും സീരീസിൽ കണക്ട് ചെയ്യണം. ഇപ്പോൾ ഫിഗർ വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നവർ. അപ്പം 3 റെസിസ്റ്റർ ഇങ്ങനെ സീരീസിൽ കണക്ട് ചെയ്ത് വരച്ചു കൊടുക്കുക.
3 3 3. Effective resistance R is equal to R1 plus R2 plus R3. പെട്ടെന്ന് എഴുതി പോവാം കേട്ടോ. എത്ര കിട്ടും? 3 പ്ലസ് 3 പ്ലസ് 3 എത്രയാ? 9. ഇത് എളുപ്പമല്ലേ? അടുത്താണ് വേണ്ടത് 4.5 ഓം. അപ്പോൾ നോക്കി, ഇത് നമ്മൾ ചെയ്തതാണല്ലോ. 3 ഓം റെസിസ്റ്റർ സീരീസിൽ വെക്കുക, 2 3 ഓമുകളെ പാരലിലും വെക്കുക. 2 3 ഓം പാരലിൽ വെച്ചാൽ എന്തായി? 1/R is equal to 1/3 plus 1/3. അപ്പോൾ എത്ര കിട്ടും? 2/3. അപ്പോൾ R is equal to തലതിരിച്ച് എഴുതുക, എന്നതാ? 3/2. അപ്പോൾ എന്നാ കിട്ടും? 1.5. അപ്പോൾ ഇതിന് രണ്ടെണ്ണം സീരീസ് വെക്കുന്നതിൻ്റെ പാരലിൽ വെക്കുന്നതിൻ്റെ അർത്ഥം ഈ 1.5 റെസിസ്റ്റൻസ് അതിന് പകരം ഉപയോഗിക്കാമെന്നാണ്. ഇപ്പോൾ ഇവർ രണ്ടും എങ്ങനെയാണ്? സീരീസാണ്. ഈ പ്രോബ്ലം നമ്മൾ കുറച്ച് മുമ്പ് ചെയ്തതാണ് അല്ലേ? അപ്പോൾ 3 പ്ലസ് 1.5 എത്ര കിട്ടും? 4.5. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ലേറ്റസ്റ്റ് ആക്സസിനകത്തുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. നമുക്കിനി 1-2 ക്വസ്റ്റ്യൻ നമുക്ക് പുറത്തുനിന്ന് ചെയ്ത് നോക്കാം. ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ബൾബ് വിൽ ഗ്ലോ മോർ ബ്രൈറ്റ്ലി? ഏത് ബൾബ് കൂടുതലായിട്ട് പ്രകാശിക്കുന്നു? അതിനൊരു ട്രിക്കുണ്ട്, ട്രിക്ക് ഓർത്തിരുന്നാൽ മതി. നമുക്ക് ആദ്യമേ ഒരു കൺസെപ്റ്റ് എന്നാ ചെയ്യാം. ഇവിടെ നോക്കിയോ, ഇതൊരു ബൾബ്, ഈ 2 ബൾബ് തമ്മിൽ പാരലൽ കണക്ഷനിലാണ്. ഇനി ഇതേ ബൾബ് തമ്മിൽ സീരീസ് കണക്ഷൻ വെച്ചേക്കുക. സെയിം ബാറ്ററി, 220 വോൾട്ടാണ് സപ്ലൈ. 220 വോൾട്ടാണ് സപ്ലൈ. ഈ ബൾബിൽ റേറ്റ് ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ്: 220 വോൾട്ടിൽ 40 വാട്ട് പവർ. ഇത് 220 വോൾട്ടിൽ 50 വാട്ട് പവർ. അപ്പോൾ ഇത് 220 40 വാട്ട്, ഇത് 220 വോൾട്ടിൽ 50 വാട്ട്. നോക്കി, 2 ബൾബുണ്ട്. കടയിൽ പോയി നമ്മൾ 2 ബൾബ് മേടിച്ചു, ഒരു 40 വാട്ടിൻ്റെയും 50 വാട്ടിൻ്റെയും. കേട്ടോ, നമ്മുടെ വീടുകളിലൊക്കെയാണ്, നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്നത് എത്ര? 230 വോൾട്ടാണ്. അപ്പോൾ ഇവിടെ 220 പകരം 230 വോൾട്ട് ഉപയോഗിച്ചാൽ മതി, ഒന്നും സംഭവിക്കാൻ പോകില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ പാരലായിട്ട് കണക്ട് ചെയ്താൽ ആര് കൂടുതൽ പ്രകാശിക്കും? സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ ആര് കൂടുതൽ പ്രകാശിക്കും? ഇതൊരു സ്ഥിരം ക്വസ്റ്റ്യൻ ആയിരുന്നു പണ്ട്. നോക്കി, പാരലൽ കണക്ഷനകത്ത് എന്നെ സംഭവിക്കുന്നത് വെച്ചാൽ കറണ്ട് വന്നു. ഈ കറണ്ട് വന്നാൽ പോകാനായിട്ട് ഈ വഴിയുണ്ട്, ഈ വഴിയുണ്ട്. ഏതിൽ കൂടെ കൂടുതൽ കറണ്ട് പോകും? ആർക്കാണോ റെസിസ്റ്റൻസ് കുറവുള്ള അതിൽ കൂടെ കൂടുതൽ കറണ്ട് പോകും. ഇവിടെ കറണ്ടാണ് ഒഴുകുന്നതെങ്കിൽ 2 പേരിൽ ഒഴുകുന്ന കറണ്ട് സെയിമാണ്. അപ്പോൾ ആര് കൂടുതൽ പ്രകാശിക്കും എന്ന ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ നേരത്ത് ആര് കൂടുതൽ ഹീറ്റ് പുറത്തേക്ക് വരും? ഹീറ്റല്ലേ പ്രകാശമായിട്ട് പുറത്ത് വരുന്നത്. അപ്പോൾ ആരിലാണോ കൂടുതൽ ഹീറ്റ് ഉള്ളത് അവൻ കൂടുതൽ പ്രകാശിക്കും. അപ്പോൾ ഹീറ്റിന് ഇക്വേഷൻ ഏതൊക്കെയാണ് ഉള്ളത്? H is equal to I square R into T, V square T by R, H is equal to V I T അല്ലേ? ഇവിടെ കറണ്ട് സെയിമാണ് അല്ലേ? അപ്പം ഞാനിവിടെ ഉപയോഗിക്കുന്നത് കറണ്ട് അടങ്ങിയ ഒരു ഇക്വേഷൻ I square R into T. 2 പേരും കൂടെ ഒഴുകുന്ന കറണ്ടിൻ്റെ അളവും സെയിമാണ്, കറണ്ട് ഒഴുകുന്ന സമയം അതും സെയിമാണ്. അപ്പോൾ ഹീറ്റ് ഈസ് ഈക്വൽ ടു I square R into T. ഇവിടെ ഉപയോഗിക്കുന്ന ഇക്വേഷൻ H ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ഇൻറ്റു ടൈം. ഈ ഇക്വേഷൻ ഉപയോഗിക്കുന്നത് എന്താണെന്നറിയോ? ഇവിടെ ഈ 2 ബൾബിനും വോൾട്ടേജ് സെയിമാണ്, ടൈമും സെയിമാണ്. അപ്പോൾ എനിക്ക് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കറണ്ട് ഉപയോഗിച്ചാൽ മതി. ഇവിടെ കറണ്ട് സെയിമാണ്, ടൈമും സെയിമാണ്. അപ്പോൾ ഞാൻ ഇവിടെ റെസിസ്റ്റൻസിൻ്റെ കൺസെപ്റ്റ് ഉപയോഗിച്ചാൽ മതി. ആര് കൂടുതൽ ഹീറ്റ് പുറത്തേക്ക് വരും അവൻ കൂടുതൽ പ്രകാശിക്കും. അപ്പം നോക്കി, ഞാൻ ചെയ്യാൻ പോകുന്നത് നോക്കിയോ, ഈ 2 മെറ്റീരിയൽ ഉണ്ടാവും. 2 ബൾബല്ലേ, 2 മെറ്റീരിയലാണ്, എനിക്ക് ഉറപ്പാണ്. കാരണം എന്താ? ഇവൻ 220 വോൾട്ടിൽ 40 വാട്ട് തരുള്ളൂ, ഇവൻ 220 വോൾട്ടിൽ എത്ര വോൾട്ട് തരും? 50 വാട്ട് തരും. അതിൻ്റെ അർത്ഥം സെയിം വോൾട്ടേജ് ഡിഫറെൻറ്റ് പവർ തരണമെങ്കിൽ ഇത് കൂടെ ഈ മെറ്റീരിയൽ, ഇതിനകത്തുള്ള മെറ്റീരിയൽ റെസിസ്റ്റൻസ് വെവ്വേറെയാണ്.
അപ്പോൾ ബൾബ് എ, ഇത് ബൾബ് ബി, ബൾബ് എ, ബൾബ് ബി. അപ്പോൾ ആദ്യത്തെ ബൾബിൻ്റെ റെസിസ്റ്റൻസ് കാണാനായിട്ട് ഞാൻ വി സ്ക്വയർ ബൈ പി എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കുക. ഇതറിയില്ലേ, വി സ്ക്വയർ ബൈ ആർ അല്ലേ പവർ. അപ്പോൾ വി സ്ക്വയർ ബൈ പി എനിക്ക് എന്ത് കിട്ടും, 6 കിട്ടും. അപ്പോൾ വി സ്ക്വയർ വോൾട്ടേജ് എത്രയാ, 220. വി സ്ക്വയർ ബൈ പി എത്രയാ, 40. അപ്പോൾ 220 ഇൻറ്റു 220 ഡിവൈഡഡ് ബൈ 40 എത്ര കിട്ടുമെന്ന് ചോദിച്ചാൽ ഡയറക്റ്റ് എഴുതുവാണ്. സോറി, അവർ എഴുതിയേക്കുന്നത് 200 കേട്ടോ. കണക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി എഴുതിയേക്കുന്നത് 200. 200 വോൾട്ട് 200 വോൾട്ട്. ഇതാണ് എളുപ്പമാണ് കണക്ക് ചെയ്യാൻ. അപ്പോൾ 200 സ്ക്വയർ 0.04 വെട്ടിപ്പോയി 5 എത്ര കിട്ടി, 1000 ഓം. ഇവൻ്റെയോ ആർ ബി റെസിസ്റ്റൻസ് ബീൻ്റെ വി സ്ക്വയർ ബൈ പി സെയിം ഇക്വേഷൻ തന്നെ, 200 സ്ക്വയർ ഡിവൈഡ് ബൈ പി എത്രയാ, 50. അപ്പോൾ 200 ഇൻറ്റു 200 ഡിവൈഡഡ് ബൈ 50, 0 പോയി എത്ര കിട്ടി, 800 ഓം. അപ്പം നോക്കി, ഇവനാണ് കൂടുതൽ റെസിസ്റ്റൻസ് ഉള്ളത്, ഇവനല്ലേ, 1000 ഓമാ അവൻ്റെ റെസിസ്റ്റൻസ്. അപ്പോൾ ആരിൽ കൂടെ കറണ്ട് കൂടുതൽ ഒഴുകും, ഇതിൽ കൂടെ. അപ്പോൾ വി ഐ ടി എന്നൊരു ഇക്വേഷൻ ഉപയോഗിച്ചാൽ രണ്ടുപേർക്കും സെയിം വോൾട്ടേജ് ആണ്, സെയിം ടൈമാണ്. അപ്പോൾ കറണ്ട് കൂടുതലുള്ളത് ആർക്കാ, ബിക്ക്. അപ്പോൾ ആര് കൂടുതൽ പ്രകാശിക്കും, ബൾബ് ബി. കാരണം കറണ്ട് കൂടുതൽ ഒഴുകും, റെസിസ്റ്റൻസ് കുറവായതുകൊണ്ട്. ഈ ഇക്വേഷൻ നോക്കിയോ, ഈ ഇക്വേഷനിൽ കറണ്ട് സെയിമാ രണ്ട് ബൾബിൽ കൂടെ. കാരണം കറണ്ട് പോകുമ്പോൾ ഒറ്റ വഴിയേ ഉള്ളൂ, കറണ്ട് സെയിമാ. നമ്മൾ സീരീസ് സർക്യൂട്ട് നമ്മൾ ഡിറൈവ് ചെയ്യാൻ നേരത്ത് നമ്മൾ പറഞ്ഞത് അത് തന്നെയാണ്, കറണ്ട് സെയിമാ. അപ്പോൾ ഐ സ്ക്വയർ മീനിങ്ലെസ് ആയിപ്പോയി. ടൈം ഇത് കൂടെ കറണ്ട് ഒഴുകി, അതേ സമയത്താണ് ഇത് കൂടെയും കറണ്ട് ഒഴുകുക, ടൈം സെയിമാണ്. അപ്പോൾ ആര് കൂടുതൽ പ്രകാശിക്കും, ആർക്കാണോ റെസിസ്റ്റൻസ് കൂടുതലുള്ളത് അവൻ പ്രകാശിക്കും. ആർക്കാണ് റെസിസ്റ്റൻസ് കൂടുതലുള്ളത്, ബൾബ് എ. അപ്പോൾ ബൾബ് എ ഇവൻ കൂടുതൽ പ്രകാശിക്കും. ഇതെങ്ങനെ ഓർത്തിരിക്കും, ഇങ്ങോട്ട് നോക്കിയേ. സീരീസ് കണക്ഷനിൽ എയും പാരലൽ കണക്ഷനിൽ ബിയും. ഇങ്ങോട്ട് നോക്ക്, പാരലൽ കണക്ഷനകത്ത് പവർ കൂടുതലുള്ളയാളാണ് പ്രകാശിച്ചത്. നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന കണക്ഷൻ ഏതാ, പാരലലാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കുക, നമ്മൾ വീട്ടിലേക്ക് ഒരു ബൾബ് മേടിക്കാൻ നേരത്തെ അവിടെ കൂടുതൽ പ്രകാശം വേണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, കടയിൽ പോയിട്ട് കൂടുതൽ പവർ ഉള്ളത് മേടിച്ചുകൊണ്ട് വരും. അത് ഓർത്തിരിക്കുക കേട്ടോ. വീട്ടിലെ കണക്ഷൻ പാരലാണ്, പാരലൽ കണക്ഷനിൽ പവർ കൂടുതലുള്ളയാൾ കൂടുതൽ പ്രകാശിക്കും. അത് ഓർത്തിരിക്കുക. ഇതൊന്നും ഓർത്തിരുന്നില്ലേലും കേട്ടോ. ചെയ്യേണ്ട മെത്തേഡ് ഇങ്ങനെയാണ്. റെസിസ്റ്റൻസ് കാണണം, റെസിസ്റ്റൻസ് കുറവുള്ളതിൽ കൂടെ കൂടുതൽ കറണ്ട് ഒഴുകും. ആ കൂടുതൽ കറണ്ട് ഒഴുകുന്ന ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് അതിനെ ഡിഫൈൻ ചെയ്യുക, പറയാം. അവിടെ കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും, ആ ഹീറ്റാണ് പ്രകാശം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഈ ബൾബ് കൂടുതൽ ഗ്ലോ ചെയ്യും. ദിസ് ബൾബ് വിൽ ഗ്ലോ മോർ ബ്രൈറ്റ്ലി കേട്ടോ. അങ്ങനെ എഴുതി വെച്ചാൽ മതി. ഇവിടെ നിങ്ങൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ഐ സ്ക്വയർ ആർ ടി, കൂടുതൽ കറണ്ട് സെയിം ആണ്, പക്ഷേ റെസിസ്റ്റൻസ് കൂടുതലുള്ള ആൾ കൂടുതൽ പ്രകാശിക്കുന്നു പറഞ്ഞ് എഴുതി വെക്കുക. അപ്പോൾ ഇത് ഓർത്തിരുന്നാൽ മതി. ഇതിന് ഓപ്പോസിറ്റ് ആണെന്ത്, ഇത് കേട്ടോ. ഇനി ഇതേ ക്വസ്റ്റ്യൻ നമുക്ക് വേറൊരു രീതിയിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഈ രണ്ട് ക്വസ്റ്റ്യനാണ് കുറച്ച് ടഫുള്ളത്. അത് ഈ ബൾബിന് പകരം ജസ്റ്റ് റെസിസ്റ്റൻസ് മാത്രം തരും. എന്നിട്ട് നമ്മൾ ചോദിക്കും ഏത് റെസിസ്റ്റൻസ് ആണ് കൂടുതൽ ഹീറ്റ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ക്വസ്റ്റ്യൻ എഴുതാം. ഒബ്സർവ് ദ ഗിവൺ സർക്യൂട്ട്സ്, 3 എണ്ണം സീരീസിൽ, ഇതേ 3 എണ്ണം പാരലൽ. കണ്ടോ, പാരലൽ 10 ഓം, 20 ഓം, 30 ഓം. 10 ഓം, 20 ഓം, 30 ഓം. സെയിം ബാറ്ററി തന്നിട്ടുണ്ടോ നോക്കട്ടെ. 12 വോൾട്ട്. ചോദിച്ചേക്കുന്നത് ഇൻ ഈച്ച് സർക്യൂട്ട് വിച്ച് റെസിസ്റ്റർ ഗെറ്റ്സ് ഹീറ്റഡ് മോർ. ഈ രണ്ട് സർക്യൂട്ടിലും ഏതിലായിരിക്കും കൂടുതൽ ഹീറ്റ് ഉണ്ടാക്കുന്നതെന്ന്.
കുറച്ച് മുമ്പ് ചെയ്ത ആ പ്രോബ്ലം മനസ്സിലൊന്ന് ആലോചിക്കുക. 3 റെസിസ്റ്റർ ഉണ്ട്, കറണ്ട് സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ H is equal to I square R into T. അപ്പം നോക്കിയേ, കറണ്ട് സെയിമാണ്, ഒഴുകിയ സമയവും സെയിമാണ്. അപ്പോൾ ഇത് രണ്ടും ഒഴിവാക്കിയാൽ ബാക്കി ആരെ വെച്ച് പറയാം നമുക്ക്? ഹീറ്റ് റെസിസ്റ്റൻസ് കൂടുതലുള്ളതിൽ ഹീറ്റ് കൂടുതലായിരിക്കും. ആരായിരിക്കും? 30. ഈ ഇക്വേഷൻ നമ്മൾ എങ്ങനെ പറയുന്നത്? H is equal to VIT. 3 പേരും പാരലായതുകൊണ്ട് വോൾട്ടേജ് സെയിമാണ്. ഒഴുകിയ സമയം VIT, ഒഴുകിയ സമയവും സെയിമാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? കറണ്ട് ആരിലാണോ കൂടുതലുള്ളത് അവൻ കൂടുതൽ ബ്രൈറ്റ് ചെയ്യും, കാരണം കൂടുതൽ ഹീറ്റ് പുറത്തേക്ക് വിടും. ഇവിടെ റെസിസ്റ്റൻസ് കൂടുതലുള്ള ആളിൽ കറണ്ട് കുറവായിരിക്കും. അപ്പോൾ കറണ്ട് ആർക്കാ കൂടുതൽ? റെസിസ്റ്റൻസ് കുറവുള്ള ആൾക്ക്. 10 ഓമിൽ കൂടി ആയിരിക്കും റെസിസ്റ്റൻസ്, 10 ഓമിലാണ് റെസിസ്റ്റൻസ് കുറവ്, അത് കൂടെ കറണ്ട് കൂടുതൽ ഒഴുകും. അങ്ങനെയാണെങ്കിൽ ഹീറ്റ് ആര് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും? ഇവിടെ 10 ഓം, ഇവിടെ ആര്? 30 ഓം. കേട്ടോ, ഈ 2 കാര്യങ്ങൾ ഓർത്തിരിക്കുക. അപ്പം നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻ മതി, നമുക്ക് കുറച്ച് സമയമേ ഉള്ളൂ. ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് ഈ പാഠഭാഗത്ത് പഠിക്കാനുള്ളത്. പിന്നെ ആ ടങ്സ്റ്റൻ്റെയും ഹീറ്റിംഗ് കോയിലിൻ്റെയും ഫ്യൂസ് വയറിൻ്റെയും പ്രത്യേകതകൾ കേട്ടോ. നിക്രോമിൻ്റെയും ടങ്സ്റ്റൻ്റെയും പ്രത്യേകത എല്ലാം ഒരുപോലെയാണ്, 3 എണ്ണം സെയിം ആണ്. അവസാനത്തെ മാത്രമേ പ്രശ്നമുള്ളത്. വൈറ്റ് ഹോട്ട് കണ്ടീഷൻ ടങ്സ്റ്റനകത്ത്, ഇതിനകത്ത് റെഡ് ഹോട്ട് കണ്ടീഷനിൽ കുറേ നേരം ഇങ്ങനെ ഗ്ലോ ചെയ്യാനുള്ള കഴിവുള്ളത്. അല്ല, റെഡ് ഹോട്ട് കണ്ടീഷനിൽ കുറേ നേരം ചുട്ടുപഴുത്ത അവസ്ഥയിൽ ഓക്സിഡേഷന് വിധേയമാകാതെ പിടിച്ചിരിക്കാനുള്ള കഴിവ്. ടങ്സ്റ്റൻ ആണെങ്കിൽ എന്നതാ, വൈറ്റ് ഹോട്ട് കണ്ടീഷനകത്ത് കുറേ നേരം പ്രകാശിക്കാനുള്ള കഴിവ്. പിന്നെയുള്ളത് ഫ്യൂസ് വയറിൻ്റെ പ്രത്യേകത. അത് ആരൊക്കെ ഉണ്ടാക്കുന്നത്? ടിന്നും ലെഡും. നിക്രോമോ? നിക്കല്, ക്രോമിയം, അയൺ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ 1-ാം പാഠം നമ്മുടെ റിവിഷൻ കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഈ പ്രോബ്ലംസ് കണ്ടു കഴിഞ്ഞാൽ നിർത്തരുത്, നിങ്ങൾ 1-2 പ്രോബ്ലംസും കൂടി ചെയ്ത് നോക്കുക. ഇക്വേഷൻസ് ഓർത്ത് വെക്കുക. പവറിൻ്റെ ഇക്വേഷൻ, ഹീറ്റിൻ്റെ ഇക്വേഷൻ, പിന്നെ സീരീസിലും പാരലും കണക്ട് ചെയ്യുമ്പോഴുള്ള ഇഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ, അത് വെച്ചിട്ട് ആരാണ് കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്.